ഇപ്പോൾ കണ്ടത് KSU സംസ്ഥാന ക്യാമ്പിൽ നടന്ന DJ പാർട്ടിയുടെ ദൃശ്യങ്ങളാണ്. ക്യാമ്പ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിൽ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള സ്ഥാപനത്തിലാണ്. ആലോചിച്ച് നോക്കണം, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള സ്ഥാപനത്തിൽ. അവിടെയാണ് KSU ക്യാമ്പിൽ DJ പാർട്ടി നടക്കുന്നത്. ആ DJ പാർട്ടിയിൽ നൃത്തം ചെയ്യുന്നത് ആരാണ്? KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ തന്നെയാണ്. അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ DJ പാർട്ടി, നൃത്തം എന്നിവ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആ ദൃശ്യം ഒന്നുകൂടി കാണാം. ഈ പാർട്ടിക്ക് എന്ന് വെച്ചാൽ DJ പാർട്ടിക്ക് ഒടുവിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷം അടിയായി രക്തം ചീന്തുകയും ചെയ്തു. രക്തം ചീന്തുക എന്നൊക്കെ പറഞ്ഞാൽ സമരമുഖത്താണ് സാധാരണ അതൊക്കെ കാണാറുള്ളത്. പക്ഷേ KSUവിന്റെ ക്യാമ്പിൽ തന്നെ പരസ്പരം തമ്മിലടിച്ച് രക്തം ചീന്തുന്ന കാഴ്ച നാം കണ്ടു. എല്ലാ മാധ്യമങ്ങളിലും അത് വലിയ വാർത്തയാവുകയും ചെയ്തു. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, DJ പാർട്ടി. ഒരു ക്യാമ്പിന് ഒടുവിൽ DJ പാർട്ടി നടത്താൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്, അതല്ലെങ്കിൽ KSU ആണ്. അവരുടെ ഇഷ്ടമാണ് DJ പാർട്ടി നടത്താം, മദ്യം വിളമ്പാം, എല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. മദ്യം വിളമ്പുന്നതിന് മറ്റ് ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിയമ നടപടിയൊക്കെ നേരിടേണ്ടി വരും എന്നേ ഉള്ളൂ. പക്ഷേ മദ്യം വിളമ്പി എന്നാണ് കേൾക്കുന്നത്. മദ്യം വിളമ്പി എന്ന് പറയുന്നത് ആരാണ്? ഞാൻ പറയുന്നതല്ല, മലയാള മനോരമ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. മലയാള മനോരമ ഓൺലൈനിലെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് മദ്യം വിളമ്പിയിട്ടുണ്ട് എന്ന്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇന്നോവ കാറിൽ കൊണ്ടുവന്ന മദ്യം പ്രധാനപ്പെട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ വിതരണം ചെയ്തു എന്നാണ് മലയാള മനോരമ ഓൺലൈനിൽ വാർത്ത വന്നിരിക്കുന്നത്. വാർത്ത തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: KSU ക്യാമ്പിലെ കൂട്ടത്തല്ല്, മദ്യലഹരിയിൽ നടന്നത് അച്ചടക്ക ലംഘനമെന്ന് അന്വേഷണ സമിതി അംഗം എന്ന്. നടന്നത് അച്ചടക്ക ലംഘനമാണ്, പക്ഷേ KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് മദ്യലഹരിയിലാണ് എന്ന് പറയുന്നത് മനോരമ തന്നെയാണ്. അതിനുശേഷം വാർത്ത ഇങ്ങനെയാണ്: നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്, മദ്യലഹരിയെ തുറന്നെന്ന് വിവരം. മദ്യപാനത്തിന് ശേഷം നടന്ന DJ പാർട്ടി പിന്നീട് അടിപടിയിൽ കലാശിക്കുകയായിരുന്നു. ക്യാമ്പിന്റെ ചുമതല നൽകിയിരുന്ന ചില DCC ഭാരവാഹികളും അനുയായികളുമാണ് ഇന്നോവ കാറിൽ മദ്യം വിളമ്പിയതെന്നും സൂചനയുണ്ട്. പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല ക്യാമ്പ് നടന്നതെന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സമിതി അംഗങ്ങളിൽ ഒരാൾ മനോരമ ഓൺലൈനോട് പറഞ്ഞു എന്നാണ് വാർത്ത. എന്ന് വെച്ചാൽ മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അവിടെ മദ്യം വിളമ്പിയിട്ടുണ്ട്, DJ പാർട്ടി നടന്നിട്ടുണ്ട്. മദ്യം വിളമ്പിയത് കോൺഗ്രസ് നേതാക്കൾ, DCC ഭാരവാഹികളായ നേതാക്കൾ ഇന്നോവ കാറിൽ കൊണ്ടുവന്ന മദ്യമാണ് വിളമ്പിയത് എന്ന് കൃത്യമായും പറയുന്നു മലയാള മനോരമ. ആ വാർത്ത ഒന്നുകൂടി വായിക്കാം: നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ല്, മദ്യലഹരിയെ തുറന്നെന്ന് വിവരം. മദ്യപാനത്തിന് ശേഷം നടന്ന DJ പാർട്ടി പിന്നീട് അടിപടിയിൽ കലാശിക്കുകയായിരുന്നു. ക്യാമ്പിന്റെ ചുമതല നൽകിയിരുന്ന ചില DCC ഭാരവാഹികളും അനുയായികളുമാണ് ഇന്നോവ കാറിൽ മദ്യം വിളമ്പിയതെന്നും സൂചനയുണ്ട് എന്നാണ്. അപ്പോൾ എന്തൊക്കെയായി? DJ പാർട്ടിയായി, മദ്യസൽക്കാരമായി, അടിയായി. ഇതാണ് KSUവിന്റെ ക്യാമ്പ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പറയുന്നത് ആരാണ്? മലയാള മനോരമ തന്നെയാണ്. അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് മൂന്നുമാണോ അടിയുടെ കാരണം, അല്ലെങ്കിൽ സംഘർഷത്തിന്റെ കാരണം? അതല്ല. മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ DJ പാർട്ടി, ഡാൻസ്, മദ്യം, ഇത് മൂന്നുമാണോ അടിയുടെ കാരണം? അതല്ല. ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി കിടക്കുന്നുണ്ട്. അത് KSUവിലെ ഗ്രൂപ്പ് തർക്കമാണ്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സാധാരണ അത് സംവരണം ചെയ്തിരിക്കുന്നത് A ഗ്രൂപ്പിനാണ്. ആ A ഗ്രൂപ്പ് നേതാവായിട്ടാണ് അലോഷ്യസ് സേവ്യർ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായി വന്നത്. പക്ഷേ അധ്യക്ഷനായ ശേഷം അലോഷ്യസ് സേവ്യർ VD സതീശന്റെ ആളായി മാറി. VD സതീശന്റെ ആളായി മാറുക മാത്രമല്ല, VD സതീശന്റെ വക്താവായി മാറുകയും ചെയ്തു. അങ്ങനെ A ഗ്രൂപ്പിൽ നിന്ന് VD സതീശൻ ഗ്രൂപ്പിലേക്ക് അലോഷ്യസ് സേവ്യർ മാറി. ഇത് A ഗ്രൂപ്പ് പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. A ഗ്രൂപ്പിനാണ് KSUവിലെ ആധിപത്യം. A ഗ്രൂപ്പുകാരനായിരിക്കണം സംസ്ഥാന അധ്യക്ഷൻ, അതാണ് ഒരു കീഴ്വഴക്കം. അങ്ങനെ A ഗ്രൂപ്പുകാരനായി നിന്ന് അധ്യക്ഷ പദവി നേടി പിന്നീട് VD സതീശൻ ഗ്രൂപ്പിലേക്ക് കാലുമാറിയ അലോഷ്യസ് സേവ്യറിനോട് അടങ്ങാത്ത ദേഷ്യമുണ്ട്, പ്രതിഷേധമുണ്ട് A ഗ്രൂപ്പ് അണികൾക്ക്. അത് അവിടെ പ്രകടിപ്പിച്ചു എന്നാണ് അറിയുന്നത്. A ഗ്രൂപ്പുകാരാണ് അടിക്കാൻ മുൻകൈയെടുത്തത് എന്ന വാർത്തയും ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ ക്യാമ്പ് നടത്തിയത് ആരാണ്? സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറാണ്. അലോഷ്യസ് സേവ്യറും സംഘവുമാണ് ക്യാമ്പ് നടത്തുന്നത്. സാധാരണ ഒരു പാർട്ടിയുടെ പോഷക സംഘടന നടത്തുന്ന പ്രധാനപ്പെട്ട ക്യാമ്പ്, സമ്മേളനങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്യുക KPCC പ്രസിഡന്റും സമാപനത്തിൽ പ്രസംഗിക്കുക പ്രതിപക്ഷ നേതാവുമാണ്. അതാണ് കോൺഗ്രസിലെ ഒരു കീഴ്വഴക്കം. എല്ലാ കാലത്തും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ തിരിച്ച് ഉദ്ഘാടന പ്രതിപക്ഷ നേതാവാണെങ്കിൽ സമാപനം ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കും. അത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ്.
എന്നാൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ വിചാരിച്ചത് എന്താണ്? ഉദ്ഘാടനം ഞാൻ തന്നെയാണ് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ധരിച്ചത്? അന്ന് രാവിലെ എന്ന് വെച്ചാൽ ക്യാമ്പ് തുടങ്ങുന്ന ദിവസം രാവിലെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു സംസാരിക്കാൻ. പിന്നീടാണ് മനസ്സിലാക്കിയത് കെ സുധാകരൻ ഉദ്ഘാടനം ഞാനല്ല, എൻ്റെത് വെറും ആശംസാ പ്രസംഗം മാത്രമാണ് എന്ന്. ഉദ്ഘാടനം വൈകുന്നേരം VD സതീശനെയാണ് നിശ്ചയിച്ചത്. VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു വൈകുന്നേരം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ രാവിലെ വെറും ആശംസ അർപ്പിക്കുന്നു. അതുകൊണ്ട് KPCC പ്രസിഡന്റ് ആ ഭാഗത്തേക്കേ പോയില്ല. അന്ന് സുധാകരൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയുള്ള കെ സുധാകരൻ ആ KPCCയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട പോഷക സംഘടനയായ KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്തതേയില്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതില്ല എന്നതാണ് പ്രശ്നം. VD സതീശൻ ഗ്രൂപ്പാണ് മൊത്തം നിയന്ത്രിക്കുന്നത് KSUവിനെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇത് A ഗ്രൂപ്പ് നേതാക്കളിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് അവർ നന്നായി അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുധാകരനെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, സുധാകരന്റെ നേതൃത്വത്തിലുള്ള KPCCക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ പോലും ചില തയ്യാറെടുപ്പുകൾ ക്യാമ്പ് അംഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. KSU നേതാക്കൾക്കിടയിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. VD സതീശന് വേണ്ടി KPCC പ്രസിഡന്റിനെതിരെ സംഘടനാപരമായി ചില വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കണം എന്ന ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ KPCC പ്രസിഡന്റിനെതിരെ KPCC നേതൃത്വത്തിനെതിരെ പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം KSUവിന്റെ സംസ്ഥാന ക്യാമ്പ് സമാപിക്കേണ്ടത് എന്ന ധാരണയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതും ഈ അടിക്ക് കാരണമായിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം കെ സുധാകരന്റെ അനുയായികളും KSU നേതാക്കളായ കെ സുധാകരന്റെ അനുയായികൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഈ ക്യാമ്പ് പങ്കെടുക്കുന്നുണ്ട്. അവർക്കതിൽ നല്ല പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് KPCC പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല, ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്ന പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനെതിരെ പ്രമേയം പാസാക്കാനുള്ള നീക്കങ്ങൾ A ഗ്രൂപ്പ്, അതോടൊപ്പം അലോഷ്യസ് സേവ്യർ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്യുന്നു എന്ന കിംവദന്തികൾ KSU ക്യാമ്പിനകത്ത് പടരുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂടിയാണ് സംഘടനത്തിലേക്ക് നീങ്ങിയത്. ഇതെല്ലാമാണ് മദ്യം കൂടി കശോടുകൂടി ഇതെല്ലാം മനസ്സിൽ നിന്ന് മൂർച്ഛിക്കുകയും ആ മദ്യത്തിൻ്റെ ലഹരിയിൽ തമ്മിലടി നടത്തുകയും ചെയ്തു. അതിന് കാരണമായി DJ പാർട്ടിയും ഡാൻസും ഒക്കെ മാറുകയും ചെയ്തു. അടിസ്ഥാനപരമായി പ്രശ്നം എന്താണ്? KSUക്കകത്തുള്ള ഗ്രൂപ്പിസമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസമാണ്. അതോടൊപ്പം ഇത്തരമൊരു ക്യാമ്പിൽ, ഒരു KSUവിൻ്റെ ക്യാമ്പിൽ ലഹരി വിരുദ്ധ ആചരണമൊക്കെയാണ് KSU ക്യാമ്പസുകളിൽ നടത്തുന്നത്. ലഹരിക്കെതിരെ പോരാടണമെന്നാണ് KSUവിൻ്റെ ഈ ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്നാൽ അവിടെയാണ് ലഹരി വിളമ്പുന്നത്. ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിൽ വലിയ തോതിൽ പ്രചാരണം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് വേണ്ടി ചേർന്ന ഒരു പഠന ക്യാമ്പ്, ആ പഠന ക്യാമ്പിൽ തന്നെ ലഹരി വിളമ്പുന്നു, മദ്യം വിളമ്പുന്നു. ആ വിളമ്പിയ മദ്യത്തിൻ്റെ ലഹരിയിൽ തമ്മിലടിക്കുന്നു, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തമ്മിലടിക്കുന്നു. അവിടെ VD സതീശൻ ഗ്രൂപ്പിനെതിരെയുള്ള പ്രതിഷേധം അടിയായി മാറുന്നു. കെ സുധാകരനെ ക്ഷണിക്കാത്തതിൻ്റെ പ്രതിഷേധം അടിയായി മാറുന്നു. അതൊക്കെ കാരണമായി മാറുന്നു. എന്തുകൊണ്ട്? മദ്യം തലക്ക് പിടിച്ചപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇതാണ് KSU, ഇതാണ് നടന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അടിക്ക് കാരണം അടിസ്ഥാനപരമായി കോൺഗ്രസിനകത്തെ തമ്മിലടി തന്നെയാണ്. അതിന് DJ പാർട്ടിയും ഡാൻസും അതോടൊപ്പം തന്നെ മദ്യവും ഒരു കാരണമായി എന്നേ ഉള്ളൂ എന്നാണ് KSU നേതാക്കൾ തന്നെ പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്.